ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം പെപ്പർ റോസ്റ്റാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണത്. ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അവിടെ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്, മാംസ്യം അടങ്ങിയിട്ടുള്ളതാണ് മഷ്റൂം. അപ്പം മഷ്റൂം നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തായാലും കഴിക്കേണ്ട ഒരു സാധനമാണ്. കാരണം വൈറ്റമിൻ B12 അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ സപ്ലിമെൻറ്റ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നോൺ വെജിൽ നിന്നേ അത് കിട്ടുള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻസിന് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മഷ്റൂം. അതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ B12, വൈറ്റമിൻ D ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സോഴ്സസ് വളരെ കുറവാണ്. അപ്പോൾ മഷ്റൂം എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇപ്പോൾ എല്ലായിടത്തും ഏതാണ്ട് ഒരേ അളവ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ പാക്കറ്റിലുള്ളത് കിട്ടുക. 200, 250 ആ ഒരു ഇതിൻ്റെ ഗ്രാം ആ ഒരു ഇത് വെച്ചിട്ടാണ് കിട്ടുക. ഇത് നന്നായിട്ട് കഴുകുക. ഇത് ശരിക്കും കഴുകുക, നല്ല കല്ലുപ്പില്ലേ, കല്ലുപ്പ് വെച്ചിട്ട് കഴുകുന്നത് വളരെ നല്ലതാണ്. നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് കഴുകിയിട്ടെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് 4ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാനിതാ മഷ്റൂമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 4 അല്ലെങ്കിൽ 6 പീസസ് ആയിട്ട് മുറിക്കാം, മഷ്റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മഷ്റൂം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഫ്രഷ് അല്ല. ഇപ്പോൾ മഷ്റൂം എപ്പോഴും കിട്ടി അത് അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലത്. കളറൊക്കെ നല്ല വൈറ്റ് ആ കളറായിരിക്കും. പിന്നെ ബട്ടൺ മഷ്റൂം ആയിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇത് ഒരു 3-4 ദിവസം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഇങ്ങനെ ഒന്ന് ഡള്ളായി. നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം നമുക്കൊരു പൗഡർ ഉണ്ടാക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഞാട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം അഥവാ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആവുന്നുണ്ട്. ഡ്രൈ റോസ്റ്റ് ആകുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കും. പിന്നെ ഈ പെരുംജീരകം ഒരിക്കലും കരിയാൻ പാടില്ല, അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ചെറുതായി പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അത് ഡ്രൈ റോസ്റ്റായി. ഇത് മാറ്റാം, നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാം. കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് പെരുംജീരകം, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവോള വളരെ നന്നായിട്ട് വളരെ കൊത്തി അരിഞ്ഞത്, വളരെ ചെറുതാക്കി അരിഞ്ഞത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഒരു ടീസ്പൂൺ നിറച്ചും വേണം കേട്ടോ. ഒരു ടീസ്പൂൺ നിറച്ചും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതായാലും മതി. എന്താ ഉള്ളത് ചേർക്കാം. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 4 മാസത്തോളം ആയി ഉണ്ടാവും കേട്ടോ. 3-4 മാസമായി. ഇപ്പോഴും അതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നുള്ള ഇതിൻ്റെ വീഡിയോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒരു ടീസ്പൂൺ എടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഇതിൽ കുറച്ച് അധികം ചേർക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കേട്ടോ ചേർക്കാം. മുളക് പൊടി ഇതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുക. നല്ല മൂത്ത ഒരു മണം വരണം. തക്കാളി ചേർക്കാം. ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളിയുടെ പകുതി. ഇതിൽ തക്കാളി അധികം വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര ചേർക്കാവൂ കേട്ടോ. തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൂണിലേക്കാണ്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇന്ന് കൂണിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും.
അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ വേഗം കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതിൽ വാട്ടർ കണ്ടൻ്റാണ് ഉള്ളത്. നമുക്ക് കുറച്ച് കൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലൊരു പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിന് മുന്നേ കൂണിൻ്റെ ക്യാപ്സിക്കം കൂണൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കറി കടായി മഷ്റൂം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഒരാഴ്ച മുന്നെയാണ് ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഇനി നിന്ന് ആ വെള്ളം ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഇതാ പിന്നെ ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കണം മഷ്റൂമൊക്കെ. ഇനി ഇതിൽ കിടന്നിട്ട് കുക്കാവണം. അപ്പോൾ ഒരിക്കലും ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കിതൊന്ന് നല്ല റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതാ ആയി വന്ന് തുടങ്ങിയിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ആ പൊടിച്ച് വെച്ചത് ഇതിലേക്ക് കൊണ്ട് ചേർക്കാം. കുരുമുളകും അതേപോലെ പെരിഞ്ജീരകവും വലിയ ജീരകവും കൂടിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിൽ ചേർക്കാം. ഇതിലേക്കൊന്ന് മസാല ഇതിലേക്കൊന്ന് പിടിക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണത്. അപ്പോൾ മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില നമുക്ക് മീൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മഷ്റൂം പെപ്പർ മസാല റോസ്റ്റൊക്കെ റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണിത്. മഷ്റൂമൊക്കെ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നോൺ വെജിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.